ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഒരു സർപ്രൈസിംഗ് ആയിട്ട് ഒരു കാര്യം നടന്നിരിക്കുകയാണ്. നമ്മുടെ വൺ പീസിൻ്റെ ഒരു പുതിയൊരു അനിമി വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീട്ടിലെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം വൺ പീസ് ഫാൻസിന് ഉറപ്പായിട്ടും ഒരു ഷോക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം വൺ പീസിൻ്റെ ഒരു പുതിയൊരു അനിമി നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോവുകയാണ്. ഇത് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ വൺ പീസിൻ്റെ ആ ഒരു 25th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് വൺ പീസിൻ്റെ ഒരു പുതിയ അനിമി. ഇത് വേറെ ഒന്നുമല്ല, അത് റീമേക്കാണ്. ഓക്കെ, നമ്മൾ ആൾറെഡി കണ്ട വൺ പീസിൻ്റെ സ്റ്റോറി അവർ വീണ്ടും റീമേക്ക് ചെയ്ത് പറയാൻ പോവുകയാണ്. അതായത് ഇതുവരെയായിട്ട് വൺ പീസിൻ്റെ ആ ഒരു അനിമേഷനൊക്കെ ചെയ്തത് ടോയ് സ്റ്റുഡിയോസാണ്. അപ്പോൾ ഇപ്പം വന്ന് അനിമേഷൻ ചെയ്യാൻ പോകുന്നത് വിക്സ് സ്റ്റുഡിയോസാണ് ഈ ഒരു അനിമേഷൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിൻ്റെ. അതായത് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റനിലെ ചില എപ്പിസോഡ്സൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡിഫറെൻറ്റ് അനിമേഷൻ സ്റ്റൈലിൽ നമ്മൾ വൺ പീസ് വീട്ടിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഒരു പുതിയൊരു സ്റ്റൈലിൽ നമുക്ക് വൺ പീസ് കാണാൻ പറ്റും. ഉറപ്പായിട്ട് ഇത് 1000 വരെ പോകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അവർ ഷോർട്ടായിട്ട്, അതായത് ഈ ഒരു എപ്പിസോഡ്സിൻ്റെ ലെങ്തൊക്കെ കുറച്ച്, അതായത് ലെങ്ത് എന്ന് വെച്ചാൽ ഈ 1000 വരെ പോവാതെ അവർ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഈസി ആയിട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതായത് ഈ ഒരു ഫില്ലർ എപ്പിസോഡ്സൊക്കെ കളഞ്ഞ് സൂപ്പറായിട്ട് ചെയ്യുമെന്നാണ് പേഴ്സണലായിട്ട് തോന്നുന്നൊരു കാര്യം. എന്തായാലും റീമേക്ക് വൺ പീസിൻ്റെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് വന്ന് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് ഒരു ചെറിയൊരു ടീസർ പോലെ അവർ വിട്ടിട്ടുണ്ട്. ടൈമിൽ അവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ വൺ പീസ് വന്ന് വലിയൊരു റീച്ച് നിൽക്കുകയാണ്. കാരണം ആൾറെഡി മാങ്ക സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അനിമി സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലൈവ് ആക്ഷൻ വന്നു, ലൈവ് ആക്ഷൻ ഹിറ്റായിരുന്നു. ഇനി അതിൻ്റെ സീസൺ 2 വരാനുണ്ട്. അപ്പം ആൾറെഡി വൺ പീസ് ഒരു വലിയൊരു റീച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇത് റീമേക്ക് ചെയ്യുന്നത് മേ ബി ഒരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പുതിയൊരു ഓഡിയൻസിനെ എടുക്കാൻ വേണ്ടിയായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വൺ പീസിൽ തന്നെ ഇപ്പോൾ 1000 എപ്പിസോഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ പേര് അത് കാണില്ല. കാരണം 1000 എപ്പിസോഡ്സ് ഉണ്ടെന്ന് ചില ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നത്. റീമേക്ക് ചെയ്യുമ്പം പുതിയ ഓഡിയൻസ് കാണാൻ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഇവർ ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൺ പീസിൻ്റെ റീമേക്ക് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അത് അവർ അനൗൺസ് ചെയ്തില്ല. കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞത്. മേ ബി നെക്സ്റ്റ് ഇയർ ആവാം. കാരണം നെക്സ്റ്റ് ഇയർ ആണല്ലോ ഇത് 25th ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത്. ചിലപ്പോൾ അപ്പോഴാവാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ആവാം. എന്തായാലും ഉടനെ വൺ പീസിൻ്റെ റീമേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ ആൾറെഡി കണ്ട സ്റ്റോറീസ് ഒന്നും കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ഒരു പുതിയൊരു അനിമേഷൻ സ്റ്റൈലിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടൈറ്റിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ദ വൺ പീസ് എന്നാണ്. അതായത് ഇതിനു മുമ്പ് വൺ പീസ് എന്നാണ് പേര്, ബട്ട് ഇപ്പം ദി വൺ പീസ് എന്ന പേരിലാണ് ഇത് വരാൻ പോകുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.